ഹലോ ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ വീട്. ശരിക്കും അഹങ്കാരത്തോടെ പറയും, പ്രകൃതി രമണീയമായ സ്ഥലം. സൂപ്പറാണ് എൻ്റെ നാട്. അത്രയും ഭംഗിയുണ്ടേ. കണ്ടോ? നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നണേ? ശരിക്കും സൂപ്പറല്ലേ? പാടത്തിൻ്റെ വക്ക തന്നെയാണ് കേട്ടോ വീട് ഇരിക്കണത്. ഇത് മഴ കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ വീഡിയോ ആണേ. മഴ വന്നു കഴിഞ്ഞാൽ എന്തായാലും വീടിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് വരെ വെള്ളം വന്ന് നിൽക്കും. ഇത് ഞങ്ങളുടെ തൊഴുത്ത്. ഞങ്ങൾ ശരിക്കും പശുവിനെ കറന്ന് പാല് വിറ്റ്, അമ്മ പറയും പാല് വിറ്റ് വളർത്തി വലുതാക്കിയതാണ് നിങ്ങളെന്ന്. ശരിക്കും പാല് വിറ്റ് വളർത്തിയ മക്കളാണ് ഞങ്ങളെ. അങ്ങനെ ഇതായപ്പോൾ ഞങ്ങൾക്ക് പുതിയ പശുക്കുട്ടി ഉണ്ടായിരിക്കുക. നല്ല ഉറക്കമാണ്. ഞാൻ തന്നെ പിടിച്ച് ഞെക്കി ഒന്ന് ഉണർത്തി. പുതിയ വാവയാണ്. 2 പശു ഉണ്ട് കേട്ടോ. ശരിക്കും ഒരു പശുവിനെ തീറ്റിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അവിടെ കൊണ്ട് കെട്ടിയ പുറത്ത്. അപ്പോൾ ഇതിപ്പോൾ പ്രസവിച്ചതിനെ കൊണ്ട് വെയിൽ കൊള്ളിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് തൊഴുത്ത് തന്നെ കെട്ടിയത്. ഇതാ പുറത്ത് കെട്ടിയ പശുവിൻ്റെ കുട്ടിയാണ്. അങ്ങനെ എല്ലാവരും അവിടെ ഇങ്ങനെ തൊഴുത്തിലിങ്ങനെ ഇരിക്കുന്നൊക്കെ വെറുതെ ഒന്ന് പോയി കണ്ട ശേഷം അപ്പോഴാണ് അമ്മ പറഞ്ഞത് പാടത്ത് നിറയെ മീനുണ്ടെന്നും കുറേ പിള്ളേരൊക്കെ മീനിനെ പിടിച്ചുകൊണ്ടുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടപ്പോൾ എനിക്കൊരു വല്ലാത്ത ആഗ്രഹം മീനിനെ പിടിക്കണം. അങ്ങനെ ഞാനൊരു കൈക്കോട്ടൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് മണ്ണിനെ സംഘടിപ്പിക്കണമല്ലോ. വേറെ ഒന്നും ഇരയായിട്ട് ഇപ്പോൾ തൽക്കാലത്തിന് ഇടാൻ കിട്ടില്ല. അപ്പം ഞാൻ കൊത്തി കുറച്ച് മണ്ണിര ഒപ്പിക്കാനുള്ള പുറപ്പാടിലാണ്. ഞങ്ങൾക്ക് വേഗം മണ്ണിരയൊക്കെ കിട്ടും കേട്ടോ ഇവിടെ നിന്ന്. കാരണം തൊഴുത്തു നിന്നുള്ള ചാണകത്തിൻ്റെ വെള്ളം അങ്ങനെ കുറേ വളമുണ്ട്. പിന്നെ ഞങ്ങളെ മണ്ണ് നല്ല പാശമുള്ളൊരു ടൈപ്പ് മണ്ണാണ്. അതുകൊണ്ട് എപ്പോഴും ഇരയൊക്കെ കൊത്തി കഴിഞ്ഞ് എപ്പോഴും മണ്ണിരേനൊക്കെ കിട്ടും. അതൊക്കെ കിട്ടിയത് കണ്ട നിറയെ മണ്ണിര ഉണ്ട്. ഞാനതൊക്കെ ചിരട്ടയിൽ വാരിപ്പെറുക്കി ആക്കുവാണ്. എനിക്ക് അത്യാവശ്യത്തിന് കിട്ടിയിട്ടാ മണ്ണീര. ഞാൻ ജസ്റ്റ് ഇവിടെ മാത്രമേ കൊത്തിയിട്ടുള്ളൂ. അപ്പോഴത്തേന് ഇത്ര മണ്ണീര കിട്ടി. കണ്ട ഇതൊക്കെ എടുത്ത് ഞാനിങ്ങനെ പാടത്തോട്ടിറങ്ങാം. കണ്ടില്ലേ? നല്ല ഭംഗിയില്ലേ ഞങ്ങളുടെ സ്ഥലം? അങ്ങനെ ഞാനതാ ഇങ്ങനെ നടന്ന് കുറച്ച് ആഴമുള്ള സ്ഥലത്ത് കൊണ്ടിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആഴമുള്ള സ്ഥലം തപ്പിയാണ് ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ചൂണ്ടലിടുക എന്ന് പറഞ്ഞാൽ, മീൻ പിടിക്കുക, ചൂണ്ടലിടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു പരിപാടിയാണ്. ഞാനതാ ചൂണ്ടലിൽ കുറച്ച് ഹേരയൊക്കെ കൊളുത്തി ഞാൻ അതിൻ്റെ മുകളിലൊക്കെ വലിഞ്ഞ് കയറി അങ്ങനെ ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഞാൻ അപ്പുറത്തെ സൈഡ് നോക്കിയപ്പോൾ കുറേ പിള്ളേർ ചൂണ്ടലിടുന്നുണ്ട് കേട്ടോ, കുറേ കുഞ്ഞു പിള്ളേർ. അപ്പം ഞാൻ എൻ്റെ ചൂണ്ടലൊക്കെ ഇവിടെ വെച്ചിട്ട് ആ പിള്ളേരുടെ അടുത്തൊന്ന് പോയി നോക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചൂണ്ടലിട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് മീനൊക്കെ ഉള്ളൂ തോന്നുന്നു. ഞാനപ്പോൾ പിള്ളേരുടെ അടുത്തൊന്ന് പോയി നോക്കിയിട്ട് വരാൻ വിചാരിച്ചു. അവർക്ക് എന്തൊക്കെ കിട്ടിയെന്ന് വെറുതെ ഒന്ന് നോക്കാമല്ലോ. അങ്ങനെ ഞാൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റാണ്. ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലമായതുകൊണ്ട് നല്ല കാറ്റാണ്. പിള്ളേരുടെ അടുത്ത് പോയിട്ട് ചോദിച്ചു ഞാൻ എന്തെങ്കിലും കിട്ടിയെന്ന്. ഞങ്ങൾക്ക് കിട്ടിയത് അതിലുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം ഞാനൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അവരിതാ കുപ്പിയിലാക്കി വെച്ചേക്കുവാണ്. ഇതാ കുഞ്ഞു മീനാണ്. ഞങ്ങളവിടെ പിലാപ്പി എന്നൊക്കെ പറയും. ശരിക്കും ഈ മീൻ കുറേ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. പല സ്ഥലങ്ങളും പല പേരുകളൊക്കെ ആയിരിക്കും. അങ്ങനെ ഞാൻ കുറേ നേരം അവിടെയൊക്കെ നടന്ന ശേഷം ശരിക്കും നമ്മുടെ ജനിച്ച് വളർന്ന സ്ഥലം അതൊരു വല്ലാത്ത ഫീലിങ്സ് തന്നെയാണ്. അങ്ങനെ അതൊക്കെ അറിഞ്ഞ ശേഷം ഞാൻ പോവാണ്. ടാറ്റാ.